ഓർമ്മയിലെന്നും മുരളി. നായക പ്രതിനായക വ്യത്യാസങ്ങളില്ലാതെ ചെറുതും വലുതുമായ ഒരുപാട് വേഷങ്ങളിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ മുരളി എന്ന നടന്റെ ഓർമ്മകളിലൂടെയുള്ള ഈ ലക്കം തുടരുന്നു. ഓർമ്മയിലെന്നും മുരളി. ഈ രാഷ്ട്രീയം കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിട്ട് തന്നെയായിരുന്നു അല്ലേ എപ്പോഴും? തീർച്ചയായിട്ടും ഓരോ അതിന്റെ കാര്യങ്ങളും അതിന്റെ ഗതിവിധികളും മാറുന്നതൊക്കെ കൃത്യമായിട്ട് നോക്കുകയും പറയും. വായിച്ചുകൊണ്ടിരിക്കും, സംസാരിച്ച് ഈ വിഷയങ്ങളെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. ഉവ്വ്. ഞാനിപ്പോ ഓർക്കായിരുന്നു, ആ തോൽവി കഴിഞ്ഞിട്ട് മറ്റൊരു തോൽവിയിലേക്കാണല്ലോ ചെന്ന് ഇദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും. ഏറെ പെട്ടെന്നൊരു ദിവസം ഇത് പോകുമ്പോഴേ എന്തെല്ലാം കാര്യങ്ങൾ ആലോചിക്കാം. പക്ഷെ അവിടുന്ന് ആ പടം ചെയ്തെടുത്ത് അത് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ഇവര് തന്നെ അത്രയും ഒരു മനോവിഷമം ഭയങ്കരമായിട്ട് വിചാരിച്ചിട്ട് അതുകൊണ്ടായിരിക്കാം നാഷണൽ അവാർഡ് കിട്ടി എന്നുള്ളതല്ല. അല്ല, അതിനും ആ ഒരു പവർ അങ്ങനെ അല്ലേ, ആ ഒരു അത്രയും മനോവിഷമം, ആ ഒരു തോൽവി, എഗെയിൻ നമ്മുടെ ലൊക്കേഷനിൽ ഒരുപാട് കഷ്ടപ്പാടെന്ന് പറയുമ്പോഴത്തേക്ക് ലൈക്ക് ഈ പറയുന്ന ഒരു ദൈനംദിന ഷൂട്ടിന്റെ ഒരു ഫുഡിന്റെ മറ്റൊരു തോൽവിയിലേക്കാണോ വന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അത് ഒരു ബോധ്യമാണ് ഒരു കലാകാരൻ പിന്നെ നിന്ന് അതിനകത്ത്. പക്ഷെ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും പ്രിയഞ്ചിയും കൂട്ടരും ഒക്കെ പറയുമായിരുന്നു, നാഷണൽ അവാർഡിന്റെ സ്കോപ്പ് ഉണ്ട്, എങ്ങനെയാ ചെയ്ത് വയ്ക്കുന്നത് എന്നുവെച്ചാൽ ഓരോ ഷോട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ ദ ഹോൾ ക്രൂവിന് ഉണ്ടാവുന്ന, അത് നമുക്കൊക്കെ അറിയാൻ പറ്റുന്നുണ്ട്. മുരളിയണ്ണായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ കേൾക്കും. നമ്മൾ ആദ്യമായിട്ട് എന്നൊരു ഡയറക്ടറാണെന്നുള്ളതിൻ്റെ ഇതൊന്നുമല്ല, നമ്മൾ കേൾക്കും എന്നുള്ളതാണ്. പിന്നെ ആൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാനിത് എന്തിനാ ചെയ്യണ് എന്നാൾ ചോദിക്കും. എൻ്റെ വ്യത്യസ്തമായിട്ടുള്ള തലത്തിൽ എന്താണെങ്കിലും അത് ചോദിക്കും. ഇപ്പോൾ പുലിജന്മത്തിലൊക്കെ അങ്ങനെയുണ്ട്. പ്രകാശൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൽ നിന്ന് നേരെ അപ്പുറത്തേക്ക് മാറിയിട്ട് കരികുരലിലേക്ക് മാറുമ്പോൾ വളരെ മൈന്യൂട്ടായി. ഈ തിയേറ്ററിൽ ഒക്കെ അഭിനയിച്ച ആളുകൾക്ക് അത് മനസ്സിലാവും. പ്രത്യേകിച്ച് ഇപ്പം ലങ്കാലക്ഷ്മി പോലത്തെ ഒരു നാടകമൊക്കെ കളിക്കുന്നുണ്ട്. പിന്നെ നരേന്ദ്രപ്രസാദ് സാറിൻ്റെ ഒക്കെയുള്ള ഒരു സ്കൂളിൽ നിന്ന് വരുന്നതിൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വ്യത്യാസങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും കേൾക്കാനും ഒക്കെ ആൾ തയ്യാറാന്നുള്ളതാണ്. ഈ തിയേറ്ററിൽ നിന്ന് പഠിച്ച സംഭവങ്ങൾ എപ്പോഴും സിനിമയിൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതിന് വേറൊരു ബുദ്ധി ആവശ്യമുണ്ട്. ഇത് രണ്ടും ഇതിനെ സഹായിക്കാനേ പറ്റുള്ളൂ. അതല്ല ഇതെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അല്ല, അത് വേണ്ടല്ലോ. അത് സിനിമയിൽ അതിന്റെ ആവശ്യകത ഇല്ലാതിരിക്കുമ്പോൾ അതിനെ ഭംഗിയായി ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അത് അതുപോലെ പ്രയോഗിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിയുള്ള നടന്മാർക്ക് അത് ആ രീതിയിൽ അതിനെ നാടകം ഒരിക്കലും അതിന്റെ ഒരു ഗുണമായിട്ട് വരുന്നില്ല. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഈ തെയ്യത്തിന്റെ പ്രകടനമൊക്കെ വരുമ്പോൾ അപ്പൊ അത് മുരളിയേട്ടൻ തന്നെ കെട്ടണത്, വേറെ ആളെ കൊണ്ട് കെട്ടാൻ സമ്മതിച്ചിട്ടില്ല. അപ്പൊ അത് വരുമ്പോ ഈ തിയേറ്റർ ഭയങ്കര ഗുണമാണെന്ന്. അതെ, ഒരുപാട് സിനിമകളിൽ നായികയായിട്ടുള്ള നമുക്ക് വളരെ പ്രിയപ്പെട്ട അഭിനേത്രി ദിവ്യ ഉണ്ണി ഈ സമയം മുരളിയേട്ടനെ ഓർക്കുന്നു. മുരളി സാറിനെ പറ്റി ഓർക്കുമ്പോൾ ഏറ്റവും ആദ്യം ഞാൻ കണ്ടത്, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ നീത്രധന്യയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വളരെ ഒരു അര ദിവസം പോലും ഇല്ല ഒരു വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ കാർത്തിക ചേച്ചിയുടെ ചെറുപ്പകാലമായിട്ട്. അപ്പോൾ അതിന് ഞാൻ വളരെ കുഞ്ഞാണ്, എനിക്ക് തോന്നുന്നു 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ്. അന്ന് ജസ്റ്റ് എല്ലാവരെയും, അന്ന് അവിടെ ഉള്ള എല്ലാവരെയും കണ്ടു പരിചയപ്പെട്ട ഒരു ഓർമ്മയെ എനിക്കുള്ളൂ. ഞാൻ ആദ്യമായിട്ട് കൂടുതൽ സമയം ഷൂട്ടിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് സൂര്യപുത്രൻ, കാരുണ്യം, അങ്ങനെ ഉള്ള സിനിമകളുടെ ലൊക്കേഷനിലാണ്. അപ്പോൾ കാരുണ്യത്തിൽ ഒരുപാട് ഇൻറ്റൻസ് ആയിട്ടുള്ള സീൻസ് ഉണ്ട്. അതിൽ സാറിൻ്റെ വൈഫ് മരിക്കുന്ന ഒരു രംഗം, അതായത് എൻ്റെ മദർ ഇൻ ലോ, എൻ്റെ ക്യാരക്ടർ. അപ്പോൾ അതാദ്യം വന്നിട്ട് പറയുമ്പോഴത്തെ ആ ഒരു പതർച്ച, അപ്പോൾ അത് നമ്മളൊക്കെ അത് വളരെ ഒരു മെക്കാനിക്കലായിട്ടുള്ള ഒരു റിയാക്ഷനായിട്ട് നമ്മളിങ്ങനെ സ്റ്റണ്ടായിട്ട് ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഫ്രീസായി പോകുന്ന പോലെ ഉള്ള ഒരു രംഗമാണ് അത്. അതെങ്ങനെയാണിത് പറയേണ്ടത് എന്നുള്ളത്. അവിടുന്ന് അദ്ദേഹം ഒരു ടേക്ക് ഓഫ് ഉണ്ട്, ഇനി എങ്ങനെയാണ് ഞാൻ എന്താ ചെയ്യേണ്ടത്, ഇത് ഒരു കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിട്ടുള്ള ഒരു. അപ്പോൾ ഇദ്ദേഹവും ലോഹി സാറും കൂടെ അവർ തമ്മിൽ അവിടെയാണ് ആ ഒരു മാജിക്. ഞാനൊക്കെ ഇങ്ങനെ ഈ എന്താ പറയുക, ദ ഫൈനസ്റ്റ് ആർട്ടിസ്ട്രി കണ്ട് നിന്ന ഒരു നിമിഷമായിരുന്നു അത്. ജയറാമേട്ടൻ വന്ന് പറയുന്നു, അതിനുശേഷം ഇദ്ദേഹം പരിഭ്രാന്തനായിട്ട് ഇങ്ങനെ പോകുന്നു, ഈ ക്യാരക്ടറിൻ്റെ അടുത്ത് പോയിരിക്കുന്നു, വിളിക്കുന്നു, പിന്നീട് എന്താ, അതൊരു വളരെ ഒരു ലോങ്, അത് ഫസ്റ്റ് ടേക്കൊക്കെ ആയിരുന്നു. അതിന് മുൻപും അതിന് ശേഷവും അദ്ദേഹം ഒരു എന്താ പറയുക, അതൊരു ട്രാൻസിലേക്ക് പോയി തിരിച്ചു വരുന്നത് പോലെയായിരുന്നു. അതിന് മുമ്പ് കുറേ നേരം മിണ്ടാണ്ടിരിക്കുകയോ
അല്ലെങ്കിൽ അത് അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളൊക്കെ ഈ ഒരു ഇൻറ്റൻസ് സീൻ കാണുമ്പോൾ നമ്മളൊക്കെ ഒരു സ്കൂൾ കുട്ടിയെ പോലെയോ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഹാൻഡിലിങ് പഠിക്കാം എന്നൊക്കെ വിചാരിച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം പോകുക തിരിച്ചു വരിക അങ്ങനത്തെ ഒരിതായിരുന്നു. വടക്കുനാഥനിൽ ഒന്നിച്ചുണ്ടായിരുന്നു. വടക്കുന്നാഥനിലുണ്ടായിരുന്നു. വടക്കുന്നാഥനിൽ അമ്മാവനായിട്ടായിരുന്നു. അങ്ങനെ അതില് പിന്നെ അതിനുശേഷമാണ് പ്രവാസം അങ്ങനെയുള്ള പടങ്ങളൊക്കെ ചെയ്തത്. അപ്പം ഒരുപാട് തിരക്കുകൾക്കിടയിലും ഓർമ്മയിലെന്നും മുരളി എന്ന് പറയുന്ന ഈ ഒരു ലക്കത്തിലേക്ക് വന്നതില് സോന നായർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. ഓർമ്മയില് മനസ്സിന്റെ ഹൃദയത്തിനോട് ചേർത്ത് നിർത്തുന്ന മുരളി സാറിനോടൊപ്പം അഭിനയിക്കാൻ പറ്റിയതിലും എൻ്റെ ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. എനിക്ക് ഇവിടേക്ക് ക്ഷണിച്ചതിനും താങ്ക് യു. താങ്ക് യു. ഓർമ്മയിലെന്നും മുരളി എന്ന ഈ ലക്കത്തിൽ ഇനി ഒരു അതിഥി കൂടി എത്തുകയാണ്. മുരളി എന്ന അതുല്യ നടന്റെ സന്തത സഹചാരി, സുഹൃത്ത്, അദ്ദേഹത്തോടൊപ്പം പല കാലങ്ങളിൽ ഒപ്പം നിന്നിട്ടുള്ള ഒരാൾ, നമുക്കറിയാവുന്ന അഭിനേതാവ്, നാടക പ്രവർത്തകൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, എഴുത്തുകാരൻ, അങ്ങനെ കലയുടെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അലി അർസാൻ. സാർ നമസ്കാരം. നമസ്കാരം. ഞങ്ങള് അദ്ദേഹത്തിന്റെ സിനിമയുടെ ഒരു പ്രദേശങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു. ഒരു പക്ഷെ അതിന് മുമ്പേ ഉള്ളൊരു സൗഹൃദമാണ് നിങ്ങൾ തമ്മിലല്ലേ? തീർച്ചയായിട്ടും. എപ്പോൾ തുടങ്ങിയ സൗഹൃദം വരുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഈ അടുത്തടുത്ത സ്ഥലമാണെങ്കിലും രണ്ടുപേർക്ക് തുല്യ ദൂരമുള്ള ഒരു ജംഗ്ഷൻ ഉണ്ട്. വലിയ ജംഗ്ഷനാണ്. അടുത്തടുത്ത സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ വെളിയവും കുടവട്ടൂരും. ആ, ഒരു പഞ്ചായത്തിലെ 2 വാർഡ്, അടുത്തടുത്ത 2 വാർഡ്. ഈ വാർഡുകളിൽ തമ്മിൽ വേർതിരിക്കുന്നത് ഇത്തിക്കര 6ആണ്. അതിൻ്റെ ഒരു വശത്ത് ഞാനും മറുവശത്ത് മുരളി. അപ്പോൾ ഒരു പൊതു ജംഗ്ഷനുണ്ട്. നെടുമൺകാവ് എന്ന് പറയുന്നത് വലിയ ചന്തയും ഒക്കെ ഉള്ള ഒരു വലിയ ജംഗ്ഷനാണത്. അവിടെ ഞാനൊരു പാരൽ കോളേജിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ പഠിക്കുന്ന കാലത്തെ പഠിപ്പിച്ചു തുടങ്ങി. 71 ഞാൻ MA കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആ പാരൽ കോളേജ് സജീവമായിട്ട് നിൽക്കുകയാണ്. എനിക്ക് 72 ജോലി കിട്ടുന്നത്. നേരെ എതിർവശത്ത് ഒരു പാരൽ കോളേജുണ്ട്. അവിടെ മുരളി പഠിപ്പിക്കുന്നുണ്ട്. അധ്യാപകനായിട്ട്. ആ റോഡിൻ്റെ നേരെ അപ്പുറം ഇപ്പുറമാണ്. മുരളി എന്താ പഠിപ്പിക്കുന്നത്? മുരളി ഹിസ്റ്ററിയാണ്. കാരണം ശാസ്താംകോട്ട കോളേജിൽ നിന്ന് പിന്നെ പുറത്താക്കപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വരും. ഞങ്ങൾ രണ്ടുപേരും ഊണ് കഴിക്കുന്ന ഈ 2 പാരൽ കോളേജിനും ഇടയ്ക്കുള്ള ഒരു ഹോട്ടലുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന അവിടെയാണ്. അപ്പം ഞങ്ങൾ ഒന്നിച്ചിരുന്നാണ് ഊണ് കഴിക്കുന്നത്. അപ്പം ഞാൻ അതിനു മുമ്പൊക്കെ തന്നെ നാടകങ്ങളി നാട്ടിൽ സ്ഥിരമായിട്ട് നാട്ടിൻപുറത്തുള്ള നാടകങ്ങളിൽ ഒരു ശീലമാണ്. മുരളിയുണ്ട്. അപ്പം ഇത് കുറച്ചുകൂടെ ഗാഠമായ ഒരു സൗഹൃദമാകുന്നത് ഈ ട്യൂട്ടോറിയൽ കാലയളവിലാണ്. പക്ഷേ 72 എനിക്ക് ജോലി കിട്ടി. ഞാൻ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലേക്ക് ജോലി കിട്ടി അങ്ങ് പോയി. പിന്നെ ഞാൻ മുരളി 75 ആണ് കാണുന്നത്. ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. പക്ഷേ ആ നാട്ടിൽ വരുമ്പോഴൊക്കെ 1, 2, 3 ദിവസം നിൽക്കി ഞാൻ തിരിച്ചു പോകും. എൻ്റെ കല്യാണത്തിനൊന്നും മുരളിയെ വിളിച്ചിട്ടൊന്നുമില്ല. കാരണം അത്ര ഒരു സൗഹൃദമില്ല. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, അറിയാം എന്നുള്ളതല്ലാതെ ഇല്ല. 75 ട്രാൻസ്ഫറായി ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്നു. നരേന്ദ്രപ്രസാദ് വർക്ക് ചെയ്യുന്ന കോളേജിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഞങ്ങൾ അടുപ്പക്കാരായി. നരേന്ദ്രപ്രസാദ് അമ്പലമുക്കിലാണ് താമസിക്കുന്നത്. എനിക്കൊരു വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞാൻ അമ്പലമുക്കിന് തൊട്ടിപ്പുറത്ത് വെച്ചാൽ ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ അമ്പലമുക്കായി. അവിടെ ഞാൻ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കുന്നു. അപ്പോൾ ഞാൻ താമസിക്കുന്ന വീട് സാമാന്യം വലിയൊരു വീടാണ്. കാരണം എൻ്റെ ഭാര്യയുടെ സഹോദരങ്ങൾ 2 പേര് കൊച്ചുകുട്ടികൾ എൻ്റെ കൂടെ താമസിച്ച് പഠിക്കുന്നുണ്ട്. വലിയ വീടാണ്. അവിടെ നിന്ന് ഒരു ദിവസം ഞാൻ വൈകിട്ട് പുറത്തേക്ക് ഇറങ്ങിയിരിക്കും. റോഡിൽ ഇറങ്ങിയിരിക്കും. റോഡിൻ്റെ എതിർവശത്ത് മുരളി ഇരിക്കുന്നു. ഞാനവിടെ ട്രാൻസ്ഫറായി വന്ന കാര്യം മുരളിക്കറിയില്ല. മുരളി ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കും അറിയത്തില്ല. രണ്ടാമത്തെ കൂടിക്കാഴ്ച അതാണ്. കണ്ടുടനെ എന്നെ മുരളി ഓടി വന്ന് എന്താ സാറിന് ചോദിച്ചാൽ മുരളി ഞാനിങ്ങനെ കാസർഗോഡായിരുന്നു. അല്ല, അതെനിക്കറിയാമായിരുന്നു. അന്ന് ജോലി കിട്ടി പോകുമ്പോൾ ഒരു യാത്രയപ്പൊക്കെ നടന്നതൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു. അത് ഇപ്പോൾ ട്രാൻസ്ഫറായി വന്ന് ഇവിടെ താമസിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മുരളി പറഞ്ഞു ഞാൻ താണ്ടി ഇവിടെ താമസിക്കുന്നത്. അവിടെ ഒരു മുറി വാടകയ്ക്ക് എടുത്തിട്ട് മുരളിയും മുരളി ഒന്ന് LLBക്ക് പഠിക്കുകയാണ്. അപ്പോൾ അത് പിന്നെ വൈകുന്നേരങ്ങളിൽ ചിലപ്പോഴൊക്കെ അന്ന് നാടൻകളി തുടങ്ങിയിട്ടില്ല. വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ ഫ്രീ ആകുമ്പോൾ എൻ്റെ അവിടെ വന്നിരിക്കും. ഞങ്ങൾ ചിലപ്പോൾ രാത്രി മുഴുവൻ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്നുറങ്ങും. രാവിലെ എഴുന്നേറ്റ് പോകും. അങ്ങനെ ഒരു ഗാഠമായ സൗഹൃദം പിന്നീടുണ്ടായി. അപ്പോൾ ഞാൻ താമസിക്കുന്ന തൊട്ട് അപ്പുറത്ത് ഒരു 100-150 മീറ്റർ അപ്പുറത്താണ് നരേന്ദ്രപ്രസാദ്. എൻ്റെ വീടിൻ്റെ പടിഞ്ഞാറ് വശത്താണ് കടമനിട്ട താമസം. അപ്പോൾ ഇവരുമൊക്കെ ആയിട്ടൊരു സൗഹൃദത്തിലാകാൻ മുരളിക്ക് ശരിക്കും സൗഹൃദം പിന്നെ 1-2 വർഷം കഴിഞ്ഞു. 79 നാടകം തുടങ്ങുന്നു ഞങ്ങൾ. ഈ സൗഹൃദം ഇപ്പൊ ഈ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു സിനിമാ ജീവിതം നമ്മൾ നോക്കിയാൽ ആദ്യം ജസ്റ്റ് ഒന്ന് വന്നു,
അത് ഇറങ്ങുന്നില്ല, വർക്കൗട്ട് ആകുന്നില്ല. 5-6 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും അതെ അതെ സിനിമയിൽ വരുന്നതും എന്ന് പറയില്ല. നിങ്ങളുടെ സൗഹൃദം ആദ്യം ഒന്ന് കണ്ടു, വർക്കൗട്ട് ആകുന്നില്ല, 5 വർഷം കഴിഞ്ഞ് വീണ്ടും പിന്നെ കാണുന്നത് വരുന്നത്. പിന്നെ ഈ 79 ഞങ്ങൾ നാടകം കളി തുടങ്ങി. നരേന്ദ്രപ്രസാദിന്റെ ആദ്യ നാടകം 3 പ്രഭുക്കന്മാർ എന്ന് പറയുന്ന നാടകം എഴുതി ഞാനുമൊക്കെ അഭിനയിച്ചു. എനിക്കതിനകത്തൊരു മികച്ച നടനുള്ള വിക്രമൻ നായർ ട്രോഫി അവാർഡ് കിട്ടി. നമ്മുടെ MG സോമനാണ് അവാർഡ് തന്നത്. കാരണം അതിന് മുമ്പത്തെ വർഷം അദ്ദേഹമായിരുന്നു ബെസ്റ്റ് ആക്ടർ. അപ്പോൾ ആ സമയമായപ്പോൾ മുരളിയായിട്ട് നല്ല ഗാഠമായ സൗഹൃദമായി. പക്ഷേ നമ്മുടെ നാടക സംഘത്തിലേക്ക് മുരളി വരുന്നത് 81 മാത്രമാണ്, 79 മുരളി സിനിമയിലേക്ക് വരുമ്പോൾ നമ്മുടെ നാടക സംഘമായിട്ട് ഒരു ബന്ധവുമില്ല. അത് വന്നത് വളരെ നാടകീയമായി തന്നെയാണ്. മുരളി VJM ലോഡ്ജ് പാളയത്ത് താമസിക്കുമ്പോൾ നമ്മുടെ കവി അയ്യപ്പൻ ഒരു ദിവസം ചെന്നിട്ട് മുരളിയെ വിളിച്ചിറക്കി റൂമിൽ നിന്ന്. അപ്പോൾ അയ്യപ്പൻ എന്ന ജോലിയൊക്കെ നഷ്ടപ്പെട്ടതാണ്ട് തെരുവിലേക്ക് ഇറങ്ങിയ ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് മുരളിയെ വിളിച്ചിട്ട് മുരളി ഇറങ്ങിയില്ല റൂമിൽ നിന്ന്. അയ്യപ്പ പോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ നീ വാടേ എന്ന് പിന്നെയും വിളിച്ചു. നിന്നെ ഒരു സിനിമയിൽ അഭിനയിപ്പിക്കാം അവിടെ. അപ്പോൾ മുരളിക്ക് അതൊരു തമാശയായിട്ട് തോന്നി. പക്ഷേ മുരളി ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞിങ്ങനെ, TK കൊച്ചുനാരായണനും KN ശ്രീനിവാസനും ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നവർ, അവരൊരു സിനിമ എടുക്കുന്നുണ്ട്, അതിലൊരു നക്സലൈറ്റിൻ്റെ വേഷമുണ്ട്, നിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മുരളിക്ക് മനസ്സിലായി അതിലെന്തോ സംഗതി ഉണ്ടെന്ന് മനസ്സിലായി. അവർ വന്ന് കണ്ട മാത്രയിൽ തന്നെ തീരുമാനമായി. കാരണം നല്ല സമൃദ്ധമായ താടി ഉണ്ടായിരുന്നു, ധാരാളം മുടിയുണ്ട്, ഈ ഒരു പാടുണ്ട് മുഖത്ത്. അപ്പോൾ അത് തന്നെ നക്സലൈറ്റിൻ്റെ വേഷത്തിൽ, അതിൽ വളരെ പ്രധാനപ്പെട്ട വേഷം ഞാൻ അഭിനയിക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇവിടുന്ന് പോകുന്നത്. അങ്ങനെയാണ് ആ പടത്തിൽ അഭിനയിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് അത് പടം ഞാറ്റടി ഞാറ്റടി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഞാനിപ്പോ പറഞ്ഞ ആദ്യത്തെ സിനിമ. ഭരത് ഗോപി. ഭരത് ഗോപിച്ചേട്ടൻ സംവിധാനം. അത് 81 79 79 79 78 അവസാനം 79 അതിൽ അലിയർ സാറും അഭിനയിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട വേഷമാണ് എനിക്ക്. ഗോപിച്ചേട്ടൻ ഡയറക്ടർ അല്ലേ? ഗോപിച്ചേട്ടൻ അത് എല്ലാവരും പുതുമുഖങ്ങളാ. വിപിൻ മോഹന്റെ ആദ്യത്തെ പടം, അതെ, വിപിൻ മോഹൻ ചെയ്യുന്ന ആദ്യത്തെ പടം. വിപിൻ മോഹന്റെ വൈഫ് അതിലെ നായിക നായിക. ഗിരിജ. ഗോപിയാണ് അന്ന് സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയിട്ടില്ല. തുടങ്ങി നാഷണൽ അവാർഡ്. നമ്മുടെ പരസ്യം വന്ന എങ്ങനെയാണ് നാഷണൽ അഭിനയത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ ഗോപിച്ചേട്ടൻ ആദ്യമായി സംവിധാനത്തിന് നാഷണൽ അവാർഡ് കിട്ടിയ KR മോഹൻ അഭിനയിക്കുന്നു. മനസ്സിലായി. മോഹൻചേട്ടൻ അഭിനയിച്ചു. ഒരു പാർട്ടി സെക്രട്ടറി ആയിട്ട് അഭിനയിച്ചു. അങ്ങനെയാണ് ആ പടം. പക്ഷെ അത് പിന്നെ സെൻസർ ബോർഡ് പ്രശ്നങ്ങളായി, റിവൈസിംഗ് കമ്മിറ്റിക്ക് പോയി, പിന്നെയും ഒക്കെ പ്രശ്നമായി, ആ പടം വന്നതേയില്ല. പക്ഷെ പിന്നെ മുരളി അഭിനയിക്കുന്നത് 6 വർഷം കഴിഞ്ഞാണ്, 85 ഈ 6 വർഷങ്ങൾ എന്ന് പറഞ്ഞാൽ മുരളിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണ്. മുരളി ഒരിക്കലും പിന്നെ ഈ ആളുകളെ കണ്ട് ചാൻസ് ചോദിച്ച് അങ്ങനെ പോയതൊന്നുമില്ല. അല്ല, ഈ കവി വന്ന് വിളിക്കുന്ന സമയത്തൊരു സിനിമാ മോഹം ഉള്ള ആളായിരുന്നു? ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റും. ഞാനോ മുരളിയൊക്കെ ഞങ്ങൾ സിനിമയിൽ നാട്ടും പറഞ്ഞ് ഞങ്ങളിവിടെ ഒരു നാടകം കളിക്കുന്നു, ഞങ്ങളെ ആരെങ്കിലും സിനിമയ്ക്ക് വിളിക്കും. എന്നെ അതിന് മുമ്പ് ഒരാളെ സിനിമയ്ക്ക് വിളിച്ചിരുന്നു, അത് വേറൊരു കഥയാണ്. അല്ല, ഈ വെള്ളിയാഴ്ച ഒക്കെ എപ്പോഴാണ് സംഭവിക്കണം? വെള്ളിയാഴ്ചയൊക്കെ 83, 84 അവിടെ 84 കഴിഞ്ഞ്, അത് വെള്ളിയാഴ്ചയും കഴിഞ്ഞിട്ടാണ് ലങ്കാലക്ഷ്മി വരുന്നത്. മുരളി ആദ്യം നരേന്ദ്രപ്രസാദിന്റെ സംവിധാനത്തിൽ ഞങ്ങളോടൊപ്പം അഭിനയിക്കുന്നത് സൗവർണിക എന്ന് പറയുന്ന അത് 81 ഡിസംബറിലാണ് ഫസ്റ്റ് പ്രൊഡക്ഷൻ വരുന്നത്. പക്ഷേ അതിന്റെ കാസ്റ്റിങ്ങിന് മുമ്പൊരിക്കൽ ഈ മുരളിയുടെ കാര്യം ഞാനിങ്ങനെ, മുരളി LLBക്ക് പഠിക്കുമ്പോൾ ബെസ്റ്റ് ആക്ടറായിരുന്നു അവിടുത്തെ. അപ്പോൾ അതുകൊണ്ട് മുരളിയുടെ കാര്യം 1-2 പ്രാവശ്യം ഞാനിങ്ങനെ പറഞ്ഞെങ്കിലും അതിങ്ങനെ നീണ്ടു പോയി. പക്ഷേ സൗവർണികയ്ക്ക് മുമ്പ് ഗിരീഷ് കർണാടിന്റെ തുഗ്ലക് നാടകം എൻ്റെ ട്രാൻസ്ലേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാമെന്ന് നരേന്ദ്രപ്രസാദ് വിചാരിച്ചപ്പോൾ അതിലൊരു മുസ്ലിം പുരോഹിതന്റെ വേഷമുണ്ട്. മുരളിയെ കാസ്റ്റ് ചെയ്താൽ കറക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് മുരളിയെ കാസ്റ്റ് ചെയ്തു. കുറച്ച് ദിവസം റിഹേഴ്സലൊക്കെ നടന്നു. മുരളി പക്ഷേ അഭിനയിച്ചില്ല. അല്ലാത്ത കുറേ റിഹേഴ്സൽ നടന്നു. പക്ഷെ അത് ക്യാൻസൽ, പിന്നെ ചെയ്യാൻ പറ്റാതെ പോയി. പക്ഷേ സൗവർണിക ചെയ്യുമ്പോൾ മുരളിയെ വിളിക്കുന്നു കൃത്യമായിട്ട്. അങ്ങനെയാണ് മുരളി ആദ്യമായിട്ട് നരേന്ദ്രപ്രസാദിന്റെ നാടകത്തിൽ അഭിനയിക്കുന്നത്. അത് 81 ഡിസംബറിലാണ്. ആ നാടകം പിന്നെ കേരളത്തിലുടനീളം അവതരിപ്പിക്കുകയും ദേശീയ നാടകോത്സവത്തിൽ പോവുകയൊക്കെ ചെയ്തു. അത് 84 ഞങ്ങൾ ദേശീയ നാടകോത്സവത്തിൽ കമാനി ഓഡിറ്റോറിയത്തിലൊക്കെ ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് പിന്നെ മുരളി തുടർച്ചയായിട്ട് നരേന്ദ്രപ്രസാദിന്റെ നാടകങ്ങളിൽ ഈ പറഞ്ഞ 6 കൊല്ലം, ആദ്യത്തെ സിനിമയുടെയും രണ്ടാമത് ജനകീയമാവുന്ന സിനിമയുടെ ഇടയിലുള്ള 6 വർഷം നാടകത്തിൽ തന്നെ സജീവമായിട്ട് നിൽക്കുക. നാടക അഭിനയം തന്നെയായിരുന്നു. മുരളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അട്ടക്കുളങ്ങര സ്കൂളിന്റെ കോമ്പൗണ്ടിലെ മണലിൽ കിടന്ന് ഉരുളുകയായിരുന്നു. മുരളിച്ചേട്ടന്റെ ഓർമ്മകളുമായി ഒരുപാട് സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള അഭിനേത്രി ഊർമിള ഉണ്ണി. ഏത് സിനിമ അഭിനയിക്കുമ്പോഴും ഏത് കഥാപാത്രം അഭിനയിക്കുമ്പോഴും മുരളിയേട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഗ്ലിസറിൻ ഉപയോഗിക്കില്ല കണ്ണ് നിറയണമെങ്കിൽ. മനസ്സ് വിചാരിക്കുമ്പോൾ തന്നെ കണ്ണിലിങ്ങനെ വെള്ളം നിറഞ്ഞു വരുന്നത് പോലെ കാണാം.
ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു എനിക്ക്. ആദ്യമായിട്ട് ഞാൻ ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ എന്ന് പറഞ്ഞ സിനിമയിലാണ് ഞാൻ മുരളിയേട്ടനും ജോഡിയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ വളരെ സീനിയറായിട്ടുള്ള ഒരു നടൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. പക്ഷേ എന്നെ വളരെ കംഫർട്ടബിൾ ആക്കിയിരുന്നു അദ്ദേഹം. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനെ കണ്ണ് നിറയ്ക്കാൻ കഴിയുന്നത് മനസ്സിൽ അതിനുശേഷം ഞങ്ങൾ വേറെ പല സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് മുരളിയേട്ട ഇങ്ങനെ മനസ്സ് വിചാരിക്കുമ്പോൾ കണ്ണുനീര് വരുന്നത് എന്ന് ചോദിക്കും. അപ്പം മുരളിയേട്ടൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഹൃദയം കൊണ്ട് ജീവിക്കുന്നവർക്ക് കണ്ണ് നിറയെ ഊർമിളയെന്ന്. അത് വലിയൊരു പാഠമായിരുന്നു. അതായത് ഹൃദയം കൊണ്ട് ജീവിച്ചാൽ മാത്രം പോരാ, അഭിനയിക്കുമ്പോഴും നമ്മൾ ജീവിക്കുകയാണല്ലോ. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഓരോ കഥാപാത്രമാകുമ്പോഴും നമ്മൾ അതിൻ്റേതായ ആ കഥാപാത്രമായി മാറുമ്പോൾ അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണ് നിറയേണ്ട സ്ഥലത്ത് കണ്ണ് നിറഞ്ഞിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഒരു പാഠമായിരുന്നു അത് കേട്ടോ. ഈ ജനകീയ സിനിമ രണ്ടാമത്തെ അറിയപ്പെട്ട സിനിമ ഏതായിരുന്നു? പഞ്ചാഗ്നി. പഞ്ചാഗ്നി അഭിനയിക്കുന്നത് മീനവാസന സൂര്യനാണ്. മീനമാസത്തിലെ സൂര്യൻ അഭിനയിച്ചു. പക്ഷെ വന്നത് റിലീസ് ചെയ്തത് പഞ്ചാഗ്നിയാണോ? മീനവാസന സൂര്യനകത്ത് അഭിനയിക്കാനുള്ള അവസരം കിട്ടിയത് അതും ഇതുപോലെ രസകരമായ അനുഭവമാണ്. അത് 4 പേരാണ് തൂക്കിലേറ്റപ്പെടുന്നത്, അറിയാമല്ലോ. പിന്നെ നമ്മുടെ വേണുനാഗവള്ളി, പിന്നെ കക്ക രവി, വിജയ് മേനോൻ, നാലാമൻ. കഥാപാത്രം മുരളിയാണ് അവതരിപ്പിച്ചത്. മമ്മൂട്ടി അഭിനയിപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തെ കിട്ടാതെ വരികയും നടക്കില്ല എന്ന് ബോധ്യമാവുകയും ചെയ്തപ്പോൾ ഗോപിച്ചേട്ടനാണ് മുരളിയുടെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം ഗോപിച്ചേട്ടൻ മീനവാസന സൂര്യനിൽ ഒരു വേഷം ചെയ്യുന്നുണ്ട്. അപ്പോൾ നാലാമനെ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ലെനിനോട് മുരളിയുടെ പേര് സജസ്റ്റ് ചെയ്യുന്നത് ഗോപിച്ചേട്ടനാണ്. കാരണം ഗോപിച്ചേട്ടൻ്റെ പടത്തിൽ ആദ്യം അഭിനയിച്ച ആളല്ലേ. അപ്പോൾ ഗോപിച്ചേട്ടൻ മനസ്സിലായി. ചിദംബരത്തിനകത്ത് അത് പിന്നീടാണ്. ചിദംബരത്തിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്, അത് പിന്നീടാണ്. അത് മുരളി താമസിക്കാൻ ലോഡ്ജിൽ വെച്ച് തന്നെ വീട്ടിൽ പോയി ഷൂട്ട് ചെയ്തത്. ആ ലോഡ്ജിൽ കടമ്പനൊക്കെ താമസിക്കുന്ന പൈപ്പമുട്ടിൽ ലോഡ്ജിൽ തന്നെയാണ് ചെയ്തത്. പി ശ്രീകുമാർ ഡയറക്ട് ചെയ്തിരുന്ന ഒരു പടം അസ്ഥികൾ പൂക്കും പിന്നെ വന്നു. പിന്നെ അപ്പോഴത്തേക്ക് അറിയപ്പെടുന്ന നടനായിപ്പോയി. ഇത് മുരളിയെ കാസ്റ്റ് ചെയ്യാൻ പറയുന്നു. അപ്പോൾ വിളിക്കാൻ പറയുന്നു. മുരളി ലൊക്കേഷനിൽ ചെന്നു. ഈ നമ്മുടെ പ്രൊഡ്യൂസർക്ക് തീരെ ഇഷ്ടമായില്ല. മീനവാസന സൂപ്പർ തീരെ ഇഷ്ടമായില്ല. അപ്പോൾ പ്രൊഡ്യൂസറും ലെനിനും ഒക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ മുരളിക്ക് സംഭവം മനസ്സിലായി. മുരളി പെട്ടിയെടുത്തു നേരെ പോന്നു. ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ആൾ വരുന്നു. അപ്പോൾ ലെനിൻ രാജേന്ദ്രൻ പറഞ്ഞു, അയാളെ വെച്ചേ ഞാൻ ചെയ്യുന്നുള്ളൂ, അയാൾ തന്നെ വേണം, എങ്കിലേ സിനിമ ചെയ്യുന്നുള്ളൂ എന്ന് വാശിയായി. അങ്ങനെയാണ് മുരളിയെ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിച്ചു വിളിച്ചുകൊണ്ട് പോയതാണ് മീനവാസന സൂര്യനിൽ അഭിനയിക്കാൻ. പക്ഷെ MT ഹരിഹരൻ പടം എന്ന് പറയുന്നത് ഈ പഞ്ചാഗ്നി അത് അപ്പോഴത്തെ ലെജൻഡ് പരിപാടികളാണ്. ആ പടം എന്ന് പറയുന്നത് അതിൽ കാസ്റ്റ് ചെയ്യപ്പെട്ടതിനെ പറ്റി അറിയാമോ? എങ്ങനെയാന്ന് കാസ്റ്റ് ചെയ്തപ്പോൾ അത് കടമനിട്ട രാമകൃഷ്ണൻ MTയോട് സൂചിപ്പിച്ചിരുന്നു, ഇങ്ങനെ ഒരു നടനുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞു കേട്ടു. കടമനിട്ട രാമകൃഷ്ണന്റെ ബ്രീഫ് കേസും കൊണ്ടാണ്, പെട്ടിയും കൊണ്ടാണ് അഭിനയിക്കാൻ പോയത് പറഞ്ഞത്. കാരണം അവിടെ കൂടെ താമസിക്കുകയാണെന്ന്. അങ്ങനെയാണത് വരുന്നത്. അപ്പോൾ മീനവാസന സൂര്യനിൽ മുരളിക്ക് കിട്ടിയ ഒരു ഗുണം എന്താണെന്ന് ആലോചിച്ച് നോക്കുക. മറ്റ് 3 പേർക്കും ആ സിനിമയിൽ പ്രേമമുണ്ട്. മുരളിയുടെ ക്യാരക്ടറിന് പ്രേമമില്ല. കൗണ്ടർ പാർട്ടായിട്ട് വരുന്നത് ഉമ്മ ആണ്. സുമാരി ചേച്ചി ചെയ്യുന്ന വേഷമാണ്. ഭയങ്കര സെന്റിമെന്റ്സ് ആണ്. ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചെറിയ സംഭവം കൂടെ ഞാൻ പറയാം. എൻ്റെ ജീവിതത്തിൽ ഡബ്ബിങ്ങിൽ ഒരു വഴിത്തിരിവാകുന്നത് ആ സിനിമയാണ്. അതിന് കാരണക്കാരൻ മുരളിയാണ്. കാരണം വിജയ് മേനോന് ഡബ് ചെയ്യണം, കക്ക രവിക്കും ഡബ് ചെയ്യണം. ആര് ഡബ് ചെയ്യും എന്നാലോചിച്ചിട്ട് മുരളിയാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്. മുരളി തന്നെ എന്നെ ഫോണിൽ വിളിച്ച് പറഞ്ഞു, ഞാൻ ഫോൺ ഒരാളുടെ കൊടുക്കാം. ഞാൻ ആരാണ്? ലെനിൻ രാജേന്ദ്രൻ. കൊടുക്കുമെന്ന് പറഞ്ഞു. സാർ വൈകിട്ട് ചിത്രാഞ്ജലി വരുമെന്ന് പറയണം, ഒരു ഡബ്ബിങ്ങിൻ്റെ കാര്യം ഒന്ന് ആലോചിക്കാനാണ്. നരേന്ദ്രപ്രസാദിനെയും വിളിച്ചു. ഞങ്ങൾ 2 പേരും കൂടെ ഒന്നിച്ചാണ് വൈകിട്ട് കോളേജ് സമയം കഴിഞ്ഞപ്പോൾ കല്ലൂർ ശശി വരുന്നു, ഞങ്ങളെ കൊണ്ട് ചിത്രാഞ്ജലി പോകുന്നു. എന്നോട് ഒരു സീനിട്ടു. ഞാൻ നോക്കുമ്പോൾ ദേവദാസ് സാറാ. ഞാൻ നോക്കുമ്പോൾ ശോഭനയായിട്ടുള്ള നല്ലൊരു പ്രേമരംഗമാണ്. ഞാൻ പറഞ്ഞു, റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു സംഭവം ഞാൻ ചെയ്താൽ ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വേറെ ഏതെങ്കിലും നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെല്ലാം കൂടെ നിർബന്ധിച്ചു, അല്ല ചെയ്ത് നോക്കൂ, പറ്റുന്നെങ്കിൽ ആയിട്ടില്ലെങ്കിൽ മാറ്റാം. അങ്ങനെ ഒരു സീൻ ചെയ്തു. എല്ലാവരും ഇട്ട് നോക്കിയിട്ട് ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. നാളെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. നരേന്ദ്രപ്രസാദിനെ കൊണ്ടൊരു വോയിസ് നോക്കി. കക്ക രവിക്ക് അതിൽ ഡബ് ചെയ്തിരിക്കുന്ന നരേന്ദ്രപ്രസാദാണ്. മീനമാസത്തിലെ സൂര്യനില്. അങ്ങനെയാണ് അലിയാർ സാർ ചെയ്തത് വിജയ് മേനോൻ. വിജയ് മേനോൻ നല്ല ഡബ് ചെയ്തിരിക്കും. അപ്പൊ അദ്ദേഹം എന്താ അന്ന് സ്വന്തം ചെയ്യാത്തത് അറിയത്തില്ല.
പിൽക്കാലത്ത് അദ്ദേഹം നല്ല ഡബിംഗ് അദ്ദേഹം ആർട്ടിസ്റ്റ് ഡബിംഗ് ആർട്ടിസ്റ്റായി. പിന്നീട് മറ്റു പലർക്കും കാണുന്നത് ചെയ്തു. അന്യഭാഷക്കാരൊക്കെ അഭിനയിക്കാൻ വന്ന അപ്പം അന്ന് മലയാളം പറയാൻ അദ്ദേഹത്തിന് ആ, അത്ര- മലയാളം കൊച്ചൊരു ഇച്ചിരി ഇംഗ്ലീഷ് ചൊവ്വയുള്ള ഇംഗ്ലീഷ് ചൊവ്വയുള്ള മലയാളം. ആ ഇച്ചിരി അപ്പൊ ഞാൻ എപ്പോഴും പറയും ഇദ്ദേഹത്തിന് ഡബ് ചെയ്തിട്ടാണ് ഞാൻ അറിയപ്പെടുന്ന ഒരു ഡബിംഗ് ആർട്ടിസ്റ്റ്. അപ്പൊ അതെനിക്കൊരു വലിയ ഞാൻ അതാണ് വിദേശികൾ വന്നാൽ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു അന്യഭാഷക്കാർ വന്നാന്ന് പറഞ്ഞത്. അന്യഭാഷക്കാർ മലയാളം പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സും ചാർലിയൊക്കെ ഉൾപ്പെടെ ഇപ്പൊ വരുന്ന പടങ്ങൾ ഉൾപ്പെടെ ഇദ്ദേഹം ഡബ് ചെയ്യുന്നത്. ആ ടി വി ചന്ദ്രന്റെ പടത്തില് ഈ നസറുദ്ദീൻ ഷായി ഇതിലെ- നസറുദ്ദീൻ ഷായി ഡബ് ചെയ്തിരിക്കുന്ന പുള്ളിയാണ്. ആ ഈ കേരള സംഗീത നാടക അക്കാദമിയുടെ ഇറ്റ്ഫോക്ക് ഉണ്ട്. അതൊരു വലിയ ഒരു കാര്യമായിരുന്നു. കാരണം നമ്മൾ ലോകത്തുള്ള മുഴുവൻ നാടകങ്ങളെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത്. അങ്ങനെ ഒരു ഓപ്ഷൻ തുടങ്ങിയത് മുരളിയേട്ടൻ ചെയർമാൻ ആയപ്പോഴാണ്. ഓ അരിയാൽ സാർ കൂടെ ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു അതിന്റെ ഒരു ധാരണ പറയാൻ പറ്റുമോ? അല്ലാതെ ഞാൻ അന്ന് എക്സിക്യൂട്ടീവിലുള്ളതാണ്. അപ്പോ മുരളിയായിട്ടൊരു സൗഹൃദത്തിന്റെ കഥ പറയുമ്പോൾ ഈ 2-3 സിനിമ കഴിഞ്ഞപ്പോൾ മുരളി അങ്ങ് പോയി. മുരളിയെ പിന്നെ കിട്ടത്തേ ഇല്ലല്ലോ. വല്ലപ്പോഴും എവിടെന്നെങ്കിലും ഒരു ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഡബിങ്ങിന് ഏതെങ്കിലും ഒരു ആവശ്യം മദ്രാസിലുണ്ടെങ്കിൽ ഞാൻ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ വിളിക്കും. ഞങ്ങൾ രണ്ടും കൂടെ ഒരു മുറിയിൽ പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൂ, വല്ലപ്പോഴേ കാണുകയുള്ളൂ. പക്ഷേ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളൊക്കെ നമ്മളോട് ആലോചിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ഘട്ടമുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ 2006 കേരള സംഗീത അക്കാദമിയുടെ ചെയർമാനായിട്ട് മുരളി വരുന്നു. ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട്. അപ്പോൾ അതുവരെയുള്ള അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ ആരെയും ഇത് കുറ്റം പറയുന്നതല്ല, വളരെ പരിമിതമായ ഒരു സംഖ്യയ്ക്ക് ചെറിയ ചെറിയ പരിപാടികൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനമാണത്. പക്ഷെ ഇത് ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന് വൈകുന്നേരത്ത് ആലോചിച്ചപ്പോൾ പലപ്പോഴും ഞങ്ങൾ ഒന്നിച്ചായിരിക്കും യാത്ര. തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരേക്ക് പോവുക, തിരിച്ചു വരിക, അങ്ങനെയായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് കേരളത്തിൽ ഒരു നാഷണൽ ഫെസ്റ്റിവലേ നടന്നിട്ടുള്ളൂ. 1978 ജി ശങ്കരപ്പിള്ള സാർ നടത്തിയ ഒരു നാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലുണ്ട്. അതൊരു കേരളത്തിലെ ഒരു വലിയ സംഭവമായിരുന്നു നാടകരംഗത്ത്. കാരണം ഹബീബ് തൻവീറിൻ്റെയും പിന്നെ എന്താണ് നമ്മുടെ കർണാടകത്തിലെ ഇദ്ദേഹത്തിൻ്റെ നാടകങ്ങളൊക്കെ ഗിരീഷ് കർണാടിൻ്റെ, BV കാരന്തിൻ്റെ ഇതൊക്കെ കാണാൻ അവസരം കിട്ടിയത് ഈ നാഷണൽ ഫെസ്റ്റിവലാണ്. അപ്പോൾ അതുപോലൊരു ഫെസ്റ്റിവൽ നടത്തുന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കണമെന്ന് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മൾ എന്തിനാ നാഷണൽ ഫെസ്റ്റിവലാവുന്നത്, ഇത് ഇൻ്റർനാഷണൽ ആയാലും എന്താ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആലോചിച്ചതാണ്. ഉടനെ തന്നെ അന്ന് ഒരുപക്ഷെ മുരളിച്ചേരനെ പോലെ ഒരാൾ വരുമ്പോഴായിരിക്കും ഇതിനുള്ള ഹെൽപ്പ് ഉണ്ടാവുന്നത്. അതെ, ഈ തലപ്പത്തിരിക്കുന്ന ആളൊരു വ്യക്തി അതെ. വൈശിഷ്ട്യമുണ്ട്, വ്യക്തി പ്രഭാവം ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരാൾ അല്ല, പറഞ്ഞാൽ നടത്തിയെടുക്കാനൊക്കെ പറ്റും. അല്ലാതെ ഒരാൾ എങ്ങനെ ചെയ്തെടുക്കും ഇത്? അപ്പം തന്നെ മന്ത്രി ബേബിയെ വിളിക്കുന്നു. ഇങ്ങനെ ഒരു ആലോചന ഉണ്ടെന്ന് പറഞ്ഞു, പ്രൊസീഡ് ചെയ്യാൻ പറഞ്ഞു. അടുത്ത വിളിക്കുന്നത് തോമസ് ഐസക്കിനെയാണ്. കാരണം അതിനുവേണ്ടി ഫണ്ടില്ലല്ലോ. അപ്പം നിങ്ങൾ ആലോചിച്ചോളൂ, അത് നമുക്ക് ഉണ്ടാക്കാമെന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ഇറ്റ്ഫോക്ക് തുടങ്ങുന്നത്. ഇപ്പോൾ അതുല്യ നടൻ മുരളിച്ചേരന്റെ ഓർമ്മകളുമായി ഒരുപാട് സിനിമകളിൽ സഹസംവിധായകനായി, പിന്നെ സ്വതന്ത്ര സംവിധായകനായി നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള സംവിധായകൻ M. പത്മകുമാർ. ഞാൻ സംവിധാനം ചെയ്ത ഒരു സിനിമയിലെ മുരളിച്ചേട്ടൻ അഭിനയിച്ചിട്ടുള്ളൂ, അത് വാസ്തവമാണ്. മുരളിയേട്ടനുമായിട്ട് അല്ലാതെ തന്നെ എനിക്ക് വളരെ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു 91 തോന്നുന്നു, ഇൻസ്പെക്ടർ ബൽറാം എന്ന സിനിമയിലാണ്. അന്ന് തൊട്ട് പിന്നെ ഒരുപാട് സിനിമകൾ അല്ലെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കണ്ടുമുട്ടാറുണ്ടായിരുന്നു. പല കാര്യങ്ങളും, പുസ്തകങ്ങളെക്കുറിച്ചും വായനയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ കാണുന്ന സമയത്ത് സംസാരിക്കാറുണ്ടായിരുന്നു. ഏറ്റവും എനിക്ക് നല്ല നിറപ്പകിട്ടാർന്ന ഒരു ഓർമ്മ എന്ന് പറയുന്നത് ഗംഗോത്രി എന്ന സിനിമയാണ്. ഞങ്ങളൊന്നിച്ച് വർക്ക് ചെയ്തത് അത് കൂടുതലും ഡൽഹിയിലായിരുന്നു ഷൂട്ട്. ആ സമയത്ത് ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് മുരളിയേട്ടൻക്ക് ഒട്ടും തൃപ്തിയില്ലാതെയാണ് തിരിച്ചു പോയത്. പുള്ളിയുടെ കഥാപാത്രത്തിന് ഡെപ്തില്ല, അല്ലെങ്കിൽ ആ സീൻസ് പുള്ളി ഉദ്ദേശിച്ച പോലെ വന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നിരാശനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അടുത്ത ഷെഡ്യൂളിന് ഡൽഹിയിലേക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം വരാൻ വിസമ്മതിച്ചു. എനിക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ കുറച്ച് കാര്യങ്ങൾ, സംശയങ്ങൾ ക്ലിയർ ചെയ്തിട്ട് ഞാൻ വരാൻ പറ്റൂ എന്ന് പറഞ്ഞ് വരാൻ മടിച്ച ആ സമയത്ത് അദ്ദേഹത്തെ വിളിച്ച പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനോട് അദ്ദേഹം പറഞ്ഞത്, പപ്പനോട് വിളിക്കാൻ പറയൂ, പപ്പൻ പറഞ്ഞാൽ ഞാൻ വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിളിച്ചു, പുള്ളിയെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്തു. അദ്ദേഹം വന്നു, അഭിനയിച്ചു, സന്തോഷത്തോടെ തിരിച്ചുപോയി. അപ്പോൾ അതൊക്കെ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഒരു വലിയ അംഗീകാരവും സ്നേഹവും എനിക്കൊരിക്കലും മറക്കാൻ പറ്റുന്ന ഒന്നല്ല. എൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത അപൂർവമായ ചില അനുഭവങ്ങളിലൊന്നാണ്. മുരളിയേട്ടനെ പോലെ ഒരാളെ ഇനി നമുക്ക് തിരിച്ച് കിട്ടാനില്ല. മുരളിയേട്ടൻ്റെ നഷ്ടം എന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് എക്കാലത്തെയും ഒരു തീരാ നഷ്ടം തന്നെയായിരിക്കും. ഇപ്പോൾ അലിയാർ സാറ് നേരത്തെ പറഞ്ഞല്ലോ പാട്ടിൽ ഒരിച്ചിരി പിന്നുണ്ടെന്ന്. പക്ഷേ ഇപ്പം സിബി സാർ ഇപ്പോൾ ആനക്കെടുപ്പത്ത് പൊന്നുണ്ട് എന്നുള്ള പാട്ടെടുക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സമയത്തൊക്കെ അഭിനയിച്ച് കളയുമ്പോൾ ഒരു പ്രശ്നമില്ലാണ്ട് ചമയത്തിൽ തന്നെ ആ പാട്ടുണ്ടല്ലോ. സമയത്ത് അന്തിക്കടപ്പുറത്തുനിന്നുള്ള പാട്ട് എടുത്തു കഴിഞ്ഞാൽ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള പാട്ട്, കമൽ സാറിന്റെ ഗ്രാമഫോണിൽ എന്തേ ഇന്നും വന്നില്ല എന്നുള്ള പാട്ട്
ചമ്പക്കുളം തച്ചനിലെ മകളെ പാതി മലരെ എന്നുള്ള പാട്ട് ഇല്ല, മുരളിക്ക് താളബോധം അടിസ്ഥാനമായിട്ട് ഉള്ളിലുണ്ട്. അതുകൊണ്ടാണല്ലോ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റും. ഒരു ടൈം, ഒരു ആക്ടറിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി അതല്ലേ, ഒരു ടൈമിംഗ് ഉണ്ടാവണമല്ലോ. പക്ഷെ സ്വരമാണ് ഒരു പാടി ഫലിപ്പിക്കാനുള്ള ഒരു സ്വരമാധുര്യം ഉണ്ടാകുന്നില്ല എന്ന് മാത്രം. പിന്നെ ചിലർക്ക് ഇതിനെക്കുറിച്ച് അധികം അറിഞ്ഞു പോയാലും പാടുണ്ടാവും. ചില ചുമ്മാ പാടുന്നവർക്ക് കുഴപ്പമില്ല. ചിലർക്ക് ഇച്ചിരിയൊക്കെ പാട്ടറിയാവുന്ന ഇതിനെപ്പറ്റി ഇതിന്റെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസം കിട്ടിയാൽ പിന്നെ നമ്മൾ ഈ പാടുന്നത് ശരിയല്ലെന്നുള്ള ബോധ്യം നമുക്ക് തന്നെ ഉണ്ടാകുന്നത് കൊണ്ട് പാടാതാവുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു പഴയ കാര്യം ഓർമ്മ വന്നേ. ഞാനും മുരളിയും കൂടെ തന്നെ ഒരു ഇന്റർവ്യൂവിൽ ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ മുരളിയോട് ഒരു ചതിയല്ലേ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാല് സുഗമോദേവി എന്നുള്ള സിനിമ വെടുനാഗുളി സംവിധാനം ചെയ്യുന്ന സമയത്ത് ഈ വർത്തമാനകാലത്ത് ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകൾ പറയരുത് കേട്ടോ. നാളെ ഓൺലൈനില് മുരളിയെ ചതിച്ച് ചെറിയാൻ കൽപ്പകവാടി എന്ന് പറഞ്ഞാൽ എന്നെ വിളിക്കരുത്. എനിക്കിതിന്റെ പങ്കില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ പരിപാടി ഇരുന്ന് പറയാണ്. ഞാനും മുരളിയോട് ഒരുമിച്ച് പറഞ്ഞിട്ടുള്ള ഒരു അമൃത ടി വി തന്നെ പറഞ്ഞിട്ടുള്ള പറയൂ. സുഗമോദേവിയിൽ സമാഗമത്തിൽ പറഞ്ഞിട്ടുള്ള വെടുനാഗുളി ആദ്യം കാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് മോഹൻലാൽ ചെയ്ത ക്യാരക്ടർ മുരളിയാ. മുരളി പുതിയ ആളാ. ലാല് മറ്റേ ക്യാരക്ടറും ശങ്കറിന്റെ ക്യാരക്ടർ. അപ്പൊ എനിക്ക് വേണുനാഗോളിയോടുള്ള സ്നേഹവും ബഹുമാനവും കാരണം ഞാൻ പറഞ്ഞു, വേണിച്ചേട്ടാ ആദ്യത്തെ പടവാ, നമ്മളൊരു പുതിയ ആളെ ഇട്ട് കളിക്കണം എന്ന് പറഞ്ഞ് ഞാൻ നിരുത്സാഹപ്പെടുത്തി. അപ്പൊ ഇത് മുരളി പറയായിരുന്നു എന്നെ ചതിച്ച ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞ് ചതിച്ചെങ്കിൽ തിരിച്ച് നല്ലൊരു കഥാപാത്രം അങ്ങോട്ട് തന്നില്ലേ ഡി കെ ആന്റണിയെ, അത് ഓക്കെ ആയിരുന്നു പറഞ്ഞു. അന്നേ പുള്ളി അഭിനയിച്ചിരുന്നെങ്കിൽ കഥ വേറെ ആകുമായിരുന്നു നമ്മളിപ്പോ ചിന്തിക്കാതെ. ഇങ്ങനെയാണ് ഇത് നടക്കേണ്ടത്. അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെയെന്നുള്ള ഒരു ഓപ്ഷൻ എവിടെ ഇല്ലാത്തൊരു സാധനമാണ്. ഇങ്ങനെയായിരുന്നു നടക്കേണ്ടത്, അതുകൊണ്ട് അങ്ങനെ വന്നെന്നുള്ള രീതിയിൽ. പക്ഷെ വേണിച്ചേട്ടൻ അങ്ങനെ ആലോചിച്ചിരുന്നു കേട്ടോ. ഒരു പുതിയ ആളെ നമുക്ക് റഫ് ആൻഡ് ടഫ്, അതിനകത്ത് ഫുട്ബോളറായിട്ടാ, അപ്പൊ റഫ് ആൻഡ് ടഫായിട്ട് നമുക്ക് ഒരാളെ നമുക്ക് അവതരിപ്പിക്കാം എന്നൊന്നും ചിന്തിച്ചിരുന്നു. അല്ല, ഈ ഒരു സമയത്ത് ഇടക്കാലത്ത് ഇങ്ങനെ അധികം ഈ പ്രണയിക്കാത്ത, പാട്ട് പാടാത്ത, ഒരിത്തിരി റിബലായിട്ട് കൺവെൻഷനലായിട്ടുള്ള സാധനങ്ങളോടൊക്കെ എതിർത്ത് നിൽക്കുന്ന ഹീറോകളുടെ ഒരു സമയം തന്നെ സിനിമയിലുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടം പോലെ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാത്തിനെയും എതിർത്ത് നിൽക്കുന്ന ആളുകളായിട്ടുള്ളത്. ആ സമയത്തായിരിക്കും ഇങ്ങനത്തെ അത് ആ സമയം വിട്ടുപോയിട്ട് പിന്നെയും 90കളുടെ പകുതിയിൽ എത്തിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ വന്നിട്ടുള്ളത്. മുരളിച്ചേട്ടന്റെ ഓർമ്മകളുമായി അഭിനേത്രി ദിവ്യ ഉണ്ണി. കാരുണ്യത്തിൻ്റെ സമയത്താണ് ഒരുപാട് സമയം, അതൊരു കുടുംബം പോലെയായിരുന്നു എൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷൻ. അപ്പോൾ അതിൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇതേ സിനിമ തന്നെ, കാരുണ്യം എന്ന സിനിമയുടെ തന്നെ ഏറ്റവും അവസാന രംഗത്തിൽ ഒരു ലെറ്റർ വരുന്നുണ്ട്. അച്ഛൻ മകൻ എഴുതുന്ന എഴുത്താണ്. അത് പ്രേക്ഷകർ കേൾക്കുന്നത് മുരളി സാറിൻ്റെ സൗണ്ടിലാണ്. ജയറാമേട്ടൻ അത് വായിക്കുന്നതായിട്ടാണ്. അപ്പോൾ ജയറാമേട്ടൻ്റെ ഫേസിലാണ് റിയാക്ഷൻസാണ് ഓഡിയൻസ് കാണുന്നത്. പക്ഷേ ഇത് അപ്പോൾ അദ്ദേഹം അത് വളരെ ലേറ്റായിട്ട്, അദ്ദേഹത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടും അദ്ദേഹം അവിടെ നിന്നിട്ട് വെയിറ്റ് ചെയ്തു ഈ സീൻ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതിൻ്റെ വായന, അദ്ദേഹത്തിൻ്റെ വോയിസിൽ ഈ എഴുത്ത് വായിച്ചിട്ടാണ് ജയറാമേട്ടൻ്റെ ഷോർട്സ് എടുത്തത്. സോ അതൊക്കെ നമ്മൾ അഗൈൻ ഒരു ആർട്ടിസ്റ്റിൻ്റെ അതൊരു ഫോർവേഡ് തിങ്കിങ്ങും, എൻ്റെ ഈ ക്യാരക്ടറിൻ്റെ ശബ്ദം ഇവിടെ ആവശ്യമുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയിൽ അദ്ദേഹം തന്നെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ലോയി സാറിനോട് മുരളി സാർ തന്നെയാണ് വന്നിട്ട് പറഞ്ഞത്, ഞാൻ വായിക്കാം, ജയറാം ചെയ്യുമ്പോൾ ഞാൻ വായിക്കാം എന്ന് പറഞ്ഞിട്ട് വളരെ വീണ്ടും 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 അതിൻ്റെ എല്ലാ ആംഗിൾ എടുത്ത് തീരുന്നത് വരെയും അദ്ദേഹം അവിടെ നിന്നത് വായിച്ചു കൊടുത്തു. ഇതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ഇത് ചെയ്തത്. ഏകദേശം ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണിത്. ഇപ്പോഴും ആ ഒരു സാറിൻ്റെ ഒരു ഹ്യൂമിലിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ്, പിന്നെ ഓഫ് കോഴ്സ് ആക്ടിങ് നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ തൊടുന്ന ആക്ടിങ് ആണ്. ഇന്നും അന്നൊരു എൻ്റെ 16-17 വയസ്സിൽ ഞാൻ കണ്ട ആ ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഇന്നും എൻ്റെ മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നു. അതാണ് മുരളി സാർ എൻ്റെ ഓർമ്മയിൽ. മാലയോഗം എന്ന് പറയുന്ന അതിലൊരു കള്ളിയെത്തുകാരനായിട്ട് ചെത്തുതൊഴിലാളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വളരെ കൺവിൻസിംഗ് ആണല്ലോ മുരളിയെ വേഷം കെട്ടി അറിയില്ല, കറക്റ്റ് ഓർത്തോക്കിട്ടുണ്ട്. അതാണ് ഒരു അത്ഭുതം അല്ലേ. നമ്മളൊരിപ്പം ദി കിങ് കാണുമ്പം ഒരു കുർത്തയൊക്കെ ഇട്ട് കേന്ദ്രമന്ത്രിയായിട്ടൊക്കെ വരുന്നു. ഇതേ ആർട്ടിസ്റ്റുകൾ തന്നെ
വേറൊരു പടത്തില് ഒരു കള്ളു ചെത്ത് സിബിയുടെ തൊഴിലാളിയായിട്ട് വളയം കണ്ടാൽ അസൽ ഡ്രൈവറായിട്ട് തോന്നുന്നില്ല. പ്രായിക്കര പപ്പാൻ എന്ന് പറയുന്നിടത്ത് ആനപ്പാപ്പാനായിട്ട് കറക്റ്റ് ആയിട്ട് തോന്നുന്നു. ഇതിനൊന്നും നമുക്ക് അങ്ങനെ ഇന്ന ശൈലിയിലാണ് ഒരു ആനപ്പാപ്പാൻ ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ ഇതൊക്കെ ഒരു ചുറ്റുപാടുകളുമായിട്ടൊരു നടൻ സിങ്ക് ആവണ്ടേ. ദി ട്രൂത്ത് എന്ന് പറയുന്ന പടത്തിലെ വില്ലനായിട്ടുള്ള പോലീസ്, അത് പഴയ ആ ഒരു കാലഘട്ടത്തിൽ ഒരുമിക്കുന്ന നടന്മാരും ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ഹോട്ടലിൽ റൂമെടുത്ത് താമസിച്ചപ്പോൾ നമുക്കൊരു സ്വിച്ച് ഇടുന്നതിന് വീട്ടിലിടുന്നതിന്റെ ഒരു ഇണക്കം വരൂലല്ലോ. നമ്മൾ താമസിക്കുന്നിടത്ത് ഇവരിപ്പോൾ ഒരു ഷൂട്ടിങ്ങിന് എത്ര ദിവസം ഉണ്ടാവും ഒരു വീട്ടിലോ ഒരു മുറിയിലോ. ഇവർ എണീറ്റ് പോയി ഒരു സ്വിച്ച് ഇട്ടിട്ടൊക്കെ പോകുമ്പോഴൊക്കെ ഒരു 10 കൊല്ലം ഇവർ ആ വീട്ടിലായിരുന്നു താമസിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഒരുമിക്ക ആർട്ടിസ്റ്റുകളും ആ സമയത്തുള്ള. ആദ്യത്തെ ഒരു ഇതിൽ പറഞ്ഞതുപോലെ, കാരണം വെച്ചാൽ ഒരു വായനക്കാരൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഈ ഏറ്റവും ആധുനികപരമായിട്ടുണ്ടാക്കുന്ന പുസ്തകങ്ങൾ, നാടകങ്ങളെ പോലും എല്ലാ കാലത്തും പരിചയപ്പെടുത്തേണ്ടത് മുരളിയേട്ടൻ ഇല്ലേ? സോഴ്സ് സ്റ്റോറി വിവർത്തനം ചെയ്ത മുരളിയേട്ടനാണ്. പിന്നെ ഏറ്റവും അവസാനം ഇറങ്ങിയ ആ ഒരു സമയത്ത് പോലും ഏറ്റവും പുതിയ കാലത്തെ തിയേറ്ററിന്റെ കാര്യങ്ങളായാലോ മറ്റു കാര്യങ്ങളായാലോ ആ മനുഷ്യന് മനസ്സിലാവുന്നുള്ളതാണ്. സാഹിത്യത്തോട് വിവർത്തനം ഉണ്ടെന്നുള്ളതാണ്. ഒരുപാട് പുസ്തകങ്ങളാണ്. അല്ല, സാഹിത്യത്തോട് വല്ലാത്തൊരു ബന്ധമുണ്ടായിരുന്നു. ഈ നേരത്തെ പറഞ്ഞ സൗഹൃദം എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ. അപ്പൊ അങ്ങനെ കുറെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് മുരളി. ഈ അവസാന കാലത്ത്, അതാണ് പലർക്കും അറിയാൻ മേലാതെ പോയൊരു സംഗതി, അവസാന കാലത്ത് മുരളി ഏറ്റവും അധികം ശ്രദ്ധിച്ചത് ഈ ഈസ്റ്റേൺ എസ്തെറ്റിക്സ്, നമ്മുടെ പൗരസ്ത്യ സാഹിത്യ മീമാംസയെക്കുറിച്ച് ഉള്ള ഒരു പഠനത്തിലേക്കാണ് മുരളി പോയത്. ഞാനത് മനസ്സിലാക്കുന്നത്, ഒരു ദിവസം എൻ്റെ അടുത്ത് വിളിച്ചു ചോദിച്ചിട്ട്, ആനന്ദവർദ്ധൻ അറിയാമോ, രസസിദ്ധാന്തം, അപ്പോൾ ഇതൊക്കെ നമ്മൾ MA പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞാൽ അത്യാവശ്യം സംഗതികളൊക്കെ അറിയത്തുള്ളൂ, കൂടുതൽ അറിയണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ ചില ആളുകളുടെ പേര് പറഞ്ഞു കൊടുത്തു. അപ്പം തന്നെ അവരെയൊക്കെ പോയി കാണുക. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഈ ഈസ്റ്റേൺ എസ്തെറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഗാഢമായ വായനയിലായിരുന്നു. അത് ഒരുപക്ഷെ കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്ത് പോയിരുന്നെങ്കിൽ എന്തെങ്കിലും കാര്യമായിട്ട് എഴുതി കിട്ടുമായിരുന്നു. അത് നടന്നില്ല. അങ്ങനെയൊരു അല്ല, ആശാന്റെ കവിതകളെ ഒരു അഭിനേതാവ് കാണുന്നുള്ള രീതിയിൽ ഒരു പുസ്തകം എഴുതുക എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോവില്ലേ? ഒരു ചിട്ട ഉണ്ടായിരുന്നു ജീവിതത്തിന്. ഈ പാട്ട് പാടുന്നില്ലെങ്കിലും അന്തസ്സായിട്ട് കവിത ചൊല്ലാനൊക്കെ മുരളിയേട്ടന് പറ്റിയില്ല. കവിത പാടിക്കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ചോദിച്ചത്, ജീവിതത്തിലെ ഈ സാഹിത്യകാരൻ കലാകാരൻ എന്നൊക്കെ പറയുന്ന ഹെഡിങ്ങിന്റെ കീഴെ ഇച്ചിരി സ്വാതന്ത്ര്യങ്ങളൊക്കെ ഉണ്ട്. പലരും അതിന്റെ ഒരു രസങ്ങളിലൊക്കെയാണ്. ഇപ്പം അലിയാർ സാർ ഇപ്പൊ ഇത്തിരി മുമ്പ് വാർത്താനം പറഞ്ഞു, രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രി 9 മണിക്ക് വീട്ടിൽ കയറും. എത്ര വർഷമായിട്ട് അങ്ങനെയാണ്? അതിപ്പം ജോലി കിട്ടിയ കാലം മുതൽ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ്. എന്നാലും ഏതാണ്ട് വർഷം പറഞ്ഞാൽ 53, ജോലി കിട്ടിയിട്ട് 72, 53 വർഷമായി. രാവിലെ 9 മണിക്ക് ഇറങ്ങും, രാത്രി 9 കയറും. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതൊരു ചിട്ടയാണല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെ ഇപ്പം ഈ ഒരു കലാകാരനെ സംബന്ധിച്ച് അവനവന്റെ ശരീരം ഏറ്റവും വലിയൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ്. അങ്ങനത്തെ ഒരു ശ്രദ്ധയൊക്കെ ഉള്ള ആളായിരുന്നോ മുരളിച്ചേട്ടൻ എന്ന് പറയുന്നത്? മുരളി അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചാൽ, ഇപ്പം സംഗീത അക്കാദമിയിൽ ഞങ്ങൾ ഉള്ളപ്പോൾ രാവിലെ എഴുന്നേറ്റ്, ഒരുപക്ഷെ എന്നേക്കാൾ മുമ്പേ എഴുന്നേറ്റ് സൂര്യ നമസ്കാരം ചെയ്യും, ഒരു തൊപ്പിയൊക്കെ വെച്ച് ആ കോമ്പൗണ്ട് മുഴുവൻ, വലിയ കോമ്പൗണ്ടാ, നല്ല മരങ്ങളും ഒക്കെ ഉണ്ട്, ആ കോമ്പൗണ്ട് മുഴുവൻ നടക്കുമായിരുന്നു. പക്ഷെ അവസാന കാലത്ത് ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത് വളരെയധികം അപകടകരമായ ഒരവസ്ഥയിലേക്ക് പോയി. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ ഓർക്കുന്നത്, മരിക്കുന്നതിനൊരു 3 മാസം മുമ്പ് ഷുഗർ ലെവൽ വളരെ ലോ ആവുകയും ഹോസ്പിറ്റലൈസ് ചെയ്യുകയും ഉണ്ടായി. അത് മുരളി തന്നെ ഡോക്ടറെ വിളിച്ച് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. പക്ഷെ അന്ന് ഈ ലിവർ, ഹാർട്ട് തുടങ്ങിയ എല്ലാ സംഗതികളും ചെക്ക് ചെയ്തതാണ്. ഒന്നിനും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. 3 ദിവസം അന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു. എല്ലാം നോക്കി ഒന്നിനും ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് ഈ അവിടെ ഷൂട്ടിങ്ങിന് പോവുകയും തിരിച്ചു വന്ന് പനിയടിക്കുകയും ചെയ്തത്. അപ്പം അതുകൊണ്ട് അത് പിന്നെ എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഉള്ളത് അറ്റാക്ക് ആയിരുന്നു എന്നുള്ള അതിന്റെ ഡോക്ടേഴ്സ് പറഞ്ഞാണ്. ആ ഒരു ലോഹി മരിച്ച് കഴിഞ്ഞ ശേഷം, മരിച്ച അന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വരുന്നില്ല, എനിക്കത് കാണണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നും വൈകുന്നേരം ഒരു 7 മണി 8 മണിയാകുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഫോണിലൂടെ കരച്ചിലാണ്. ഈ ലോഹിയെപ്പറ്റി പറഞ്ഞ് ഇങ്ങനെ പദം പറഞ്ഞ് കരച്ചിലാണ്. അല്ലാതെ ഈ അന്ന് പറഞ്ഞൊരു വാചകമുണ്ട്, ഞാൻ വന്നാൽ ഒരു ചിതയോടെ ഒരുക്കേണ്ടി വരും. അത് തന്നെ, അതെ. അങ്ങനെയല്ല, മുരളിയുടെ ജീവിതത്തിൽ അവസാന കാലത്ത് സംഭവിച്ചത് 3 മരണങ്ങൾ മുരളിയെ ഭയങ്കരമായിട്ട് തകർത്ത് കളഞ്ഞു. ഒന്ന് നരേന്ദ്രപ്രസാദിന്റെ മരണം 2003. ആ നരേന്ദ്രപ്രസാദിന്റെ ബോഡിയുമായിട്ട് കോഴിക്കോട് മുതൽ മാവേലിക്കര വരെ മുരളി ഒരേ ഒരാളാണ് സഞ്ചരിച്ചത്.
ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. വേറെ ആരുമില്ല മുരളി ചിത അടങ്ങുന്നവർ അവിടെ തന്നെ നിന്നില്ല. ആ പിന്നെ ഞങ്ങൾ തീരുന്നേരം പോലെ തലേ രാത്രി മുഴുവൻ ഞങ്ങൾ അവിടെയായിരുന്നു. പ്രസാദിന്റെ മരണം, രണ്ടാമത്തെ മരണം കടമ്മനിട്ട ലോഹി. അപ്പോ ഇതെല്ലാം കഴിയുമ്പോൾ പിന്നെ എന്തിന് ജീവിതം എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ ഒരു ശൂന്യതാഭാഗത്തിലേക്ക് പോയതുപോലെ തോന്നിയിരുന്നു. അതാണ് അവസാന കാലത്ത് ഭയങ്കരമായിട്ട് സംഭവിച്ച ഒരു ഭയങ്കര ഡിപ്രഷനായിരുന്നു. ചില അറ്റാച്ച്മെന്റുകൾ അത്ര വലുതായിരിക്കുമ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു ഷെയറിങ്ങിനൊക്കെ ആളില്ലാത്ത പോലെ ആവുന്നുള്ള പോലെയാണ്. വീണ്ടും മുരളിച്ചേട്ടന്റെ നല്ല ഓർമ്മകളുമായി പ്രിയപ്പെട്ട ഉർവശി ചേച്ചി. ഒരു ആക്ടറായിരുന്നു. ഒരു ഇരുത്തം എന്നൊരു കലാകാരനെ തീർച്ചയായിട്ടും നമുക്ക് നഷ്ടപ്പെട്ടു. കൊച്ചാട്ടൻ ചെയ്യുന്ന തരത്തിലുള്ള റോൾസൊന്നും വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം തിലകനങ്ങളിൽ വേറൊരു കാറ്റഗറി, നെടുമുടിയാണ് ചേട്ടൻ വേറൊരു കാറ്റഗറി. പക്ഷേ ഇത് ഒരു നിഷേധിയുടെ മുഖമായിരുന്നു അദ്ദേഹത്തിന് ബേസിക്കായിട്ടെങ്കിലും. ആ ശബ്ദം കാരിരുമ്പ് പോലെയുള്ളൊരു ഇങ്ങനെ പരിവരുത്ത ശബ്ദമാണെങ്കിലും അതുകൊണ്ട് ഏറ്റവും സോഫ്റ്റ് ക്യാരക്ടർ ചെയ്യാവുന്ന കാരുണ്യം പോലുള്ള സിനിമകളിലൂടെ കുറേ അദ്ദേഹം തെളിയിച്ചു. കുറേ ക്യാരക്ടർ കൂടെ അദ്ദേഹം എപ്പോഴും ജീവിക്കുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ എപ്പോഴും കുടുംബസ്ഥനായിട്ട്, ഞങ്ങളുടെ കൊച്ചാട്ടനായിട്ട് തന്നെ ജീവിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാം നന്നായിരിക്കട്ടെ. ഇതുപോലെയുള്ള എത്ര പേരെ നിങ്ങൾ ഓർമ്മിക്കുകയാണ് ഞങ്ങളും. സാറിനെ വിളിക്കുന്നു പറഞ്ഞത് സ്ഥിരമായിട്ട് വിളിക്കുമായിരുന്നു അല്ലേ? ഈ ലോഹി മരിച്ച ശേഷമുള്ള ആ ഒരു കാലഘട്ടം മുഴുവൻ എല്ലാ ദിവസങ്ങളിലും നിരന്തരമായി ഒരേ കാര്യം തന്നെ ഇങ്ങനെ പദം പറഞ്ഞ് കരയുക പറയുന്ന പോലെ ഇങ്ങനെ വിളിച്ചിട്ട് ഇതെന്തിനാണ് അങ്ങനെ സംഭവിച്ചത്, അയാൾക്ക് എന്താണ്, അയാൾക്ക് ചികിത്സിച്ചു കൂടായിരുന്നു, അയാൾക്ക് ലോഹിക്കൊരു ഹാർട്ടിന് പ്രശ്നം ഉണ്ടായിട്ട് ലോഹി എന്തോ നാടൻ മരുന്നുകളൊക്കെ കഴിച്ചു, അതിനെപ്പറ്റിയൊക്കെ പറയും. അയാൾക്ക് കൃത്യമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു കരച്ചിലായിരുന്നു. അത് വല്ലാതെ എഫക്റ്റ് ചെയ്തതെന്ന് എനിക്കറിയാം മുരളി ആ സമയത്ത്. അത് കടമ്പനിട്ട നരേന്ദ്രപ്രസാദ്, ലോഹിദാസ്, ഈ 3 പേര് മുരളിയുടെ ജീവിതത്തിലെ നിർണായക സ്വാധീനം ചെലുത്തിയ വഴിത്തിരിവുണ്ടാക്കി അവർ ഏറ്റവും അധികം സഹായിച്ചിട്ടുള്ള 3 പേരാണ്. ആ 3 പേരും അടുത്തടുത്ത് മരിച്ചുപോയപ്പോഴാണ് മുരളി ഭയങ്കരമായിട്ട് തകർന്നു പോയത്. മുരളിക്ക് അതുപോലെ തന്നെ എന്നോടൊരു ചെറിയ പരിഭവം കുറച്ച് കാലത്തെങ്കിലും ഉണ്ടാകാനൊരു കാരണം നേരിട്ടല്ല, ഉള്ളിലൊരു പുള്ളിയുടെ ഒരു ആഗ്രഹത്തിന് ഞാൻ കൂടെ നിന്നില്ല എന്നുള്ളതാണ്. അതായത് ലോഹി എൻ്റെ അടുത്ത് ആദ്യമായിട്ട് വന്ന് പറയുന്ന കഥ ആധാരത്തിൻ്റെതാണ്. എന്നെ കാണാൻ വന്നപ്പോൾ പറയുന്ന ആധാരത്തിൻ്റെ കഥയാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. പിന്നീട് ഈ ആധാരം സിനിമയാക്കാമെന്നൊരു തീരുമാനം ലോഹിയും മുരളിയും കൂടെ എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്കാർക്കും സംശയമില്ല, ഞാൻ തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ള 2 പേർക്കും തീരുമാനമുണ്ട്. അപ്പോൾ അവർ അതുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ 2 സിനിമകൾ ഒരേ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാന്ത്വനവും സതയവും ഓരോ ഷെഡ്യൂളും ഒരിടത്തിൻ്റെ തീർത്ത്, സാന്ത്വനത്തിൻ്റെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞ് സതയത്തിൻ്റെ ഒരു ഷെഡ്യൂൾ ചെയ്തു, പിന്നെ സാന്ത്വനം ചെയ്തു, പിന്നെ സതയം ചെയ്തു, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് കമലതളം തുടങ്ങണം. അത്രയും ടൈറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ സാന്ത്വനം ഷൂട്ട് ചെയ്യുന്ന ആലുവ പാലസിൽ വന്ന് താമസമായി. കൈതപ്പുറമുണ്ട്, ഉണ്ണിയുണ്ട് ഇവരുടെ കൂടെ. അവരവിടെ താമസിച്ച് വന്നിട്ട് എന്നെക്കൊണ്ട് ഈ സിനിമ ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പം എനിക്കൊരു നിവൃത്തിയില്ല, കാരണം എനിക്ക് വേറെ സിനിമ അതിനിടയ്ക്ക് കയറ്റാൻ പറ്റാത്ത രീതി ടൈറ്റ്. അപ്പം ഞാൻ 4 ദിവസം അവിടെ താമസിച്ചു. ഞാൻ ഇവരുടെ എല്ലാ സമ്മർദ്ദങ്ങളെയും അതിജീവിക്കാൻ വേണ്ടി പുതിയ ആൾക്കാരെ സജസ്റ്റ് ചെയ്ത്, ആ സമയത്ത് വന്ന 2-3 ഡയറക്ടർമാരെ സജസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ആർക്കും ഇവർക്ക് താല്പര്യമില്ല. മുരളി പറഞ്ഞ് സിബി ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക. ഞാൻ പറഞ്ഞു ഇതാണ് മുരളി എൻ്റെ അവസ്ഥ, അതിപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്മിറ്റ്മെൻ്റ് എല്ലാം പ്രശ്നമാകും. അപ്പം മുരളി അവസാനം ഞാൻ ഒരാളെ കൊണ്ട് സമ്മതിപ്പിച്ചതാണ് കിത്തു. ജോർജ് കിത്തു ആണ് അത് ചെയ്യുന്നത്. അത് നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതാണ്. കിത്തു ഞാനില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. ഞാൻ പിന്നെ കിത്തുവിനെ നിർബന്ധിച്ച് ഒരു രാത്രിയിൽ മദ്രാസിൽ താഴെ താമസിക്കുന്ന ഫ്ലാറ്റിൽ പോയി വിളിച്ചുകൊണ്ട് വന്ന് ഒരു ISD ബൂത്തിൽ പോലെ ഒരു ടെലിഫോൺ ബൂത്തിൽ പോയി വിളിച്ച് എൻ്റെ മുമ്പിൽ വെച്ച് സമ്മതിപ്പിച്ചാണ് ആ പ്രോജക്റ്റ് നടക്കുന്നത്. അപ്പോഴും മുരളിക്ക് അത് തൃപ്തി ഉണ്ടായിരുന്നില്ല. മുരളി ഞാൻ തന്നെയാണത് ചെയ്യേണ്ടത്. എനിക്കും വലിയ ആഗ്രഹമാണ്, ഞാൻ ചെയ്യേണ്ട ആദ്യം കേട്ട ലോഹിയുടെ കഥ എന്ന നിലയിൽ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. അത് ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. അപ്പോൾ എപ്പോഴും പറയും താനത് ചെയ്യണമെന്ന്. പക്ഷേ അതുകൊണ്ട് ആ സിനിമയ്ക്ക് അവാർഡ് കിട്ടി, അതിൽ നന്നായി സിനിമ വരികയും ചെയ്തു. ലോഹി അതിൻ്റെ കൂടെ നിൽക്കുകയും. ബെസ്റ്റ് ആക്ടർ, അതെ ബെസ്റ്റ് ആക്ടർ അവാർഡ് ആദ്യം കിട്ടിയിട്ടുള്ള മഞ്ചാടി മണി കൊണ്ട് മാണിക്യം എന്നുള്ള പാട്ടൊക്കെ ഉണ്ട് അല്ലെ. ആദ്യം പറഞ്ഞ കഥ എന്ന് പറയുന്നത് നമ്മുടെ ലോഹിദാസ് സാറിന്റെ എപ്പിസോഡിൽ സിബി സാർ പറഞ്ഞു ആദ്യം കണ്ടപ്പോ തന്നെ 3 കഥ. അതിലൊന്നാണ് ആധാരം, മഹായാനം, പിന്നെ ഒരെണ്ണം കൂടെയാണ് 3. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ 3 കഥ പറഞ്ഞു എന്ന് പറഞ്ഞതിൽ ഒന്നാണ് ഇത്രയും നാളിന് ശേഷം വന്ന് ആധാരമായിട്ട് ഏറ്റവും ആദ്യം പറയുന്നത് ആധാരത്തിന്റെ കഥയാണ്. ആധാരം അതിനു മുമ്പ് നാടകമായിരുന്നു. അതിനു മുമ്പ് ചെറുകഥയായിരുന്നു. അതെ, സിന്ധു ശാന്തമ്മ ഒഴുകുന്നു അല്ലേ? സിന്ധു ശാന്തമ്മ ഒഴുകുന്ന നാടകമാണ്. അല്ല, മറ്റത് ഏകാദശി നോറ്റ കാക്ക എന്ന് പറയുന്ന കഥയായിരുന്നു. ആ കഥയാണ് സിന്ധു ശാന്തമായി ഒഴുകുന്ന നാടകമാവുന്നത്.
പ്രൊഫഷണൽ നാടകമാകുന്നു. അതാണ് ആധാരം. അതാണ് കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ കാലം കഴിഞ്ഞ് പലരുടെ ഇടയിലൂടെ അത് അവിടെ തന്നെ നിന്ന് കിടന്ന് മുളച്ച് വന്നെന്നുള്ള അവസ്ഥയിൽ ഏറ്റവും പുതിയ സംവിധായകനുള്ള അവാർഡ് കിട്ടുകയും അവാർഡ് കിട്ടുന്ന രീതിയിൽ ആ പടം വന്നെന്ന് പറയുന്നത് നല്ല സിനിമയായിരുന്നു, വളരെ നല്ല സിനിമ. പിന്നെ ആധാരം ആ സമയത്ത് ഈ ഇങ്ങനെ കുറെ വരയിട്ടിട്ട് എഴുതുന്ന അത് അത് അവരുടെ ബാനർ കിരീടം തൊട്ട് കിരീടം തൊട്ട് ഒന്നിനകത്ത് ഒരേ വരകളുള്ള അങ്ങനത്തെ ഒരു എഴുത്തിലായിരുന്നല്ലോ എല്ലാ ഇതും വന്നത്. അതിനിടയിൽ ഈ സാന്ത്വനവും സദയവും അതെ രണ്ടു പടം ഒന്നിച്ച് ഡയറക്റ്റ് ചെയ്യായിരുന്നു ഒരേ സമയത്ത്. അത് രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്ന പടങ്ങൾ. അതിന്റെ കൂട്ടത്തില് കമലതളത്തിന്റെ പ്രീ പ്രൊഡക്ഷനും നടക്കുന്നു. കമലതളം അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് കമലതളം ചെയ്യണം. അതല്ലേ എന്ത് പടങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത്. ഓർമ്മയിലെന്നും പറയുന്ന ഈ പരിപാടിയുടെ ഓരോ ലക്കങ്ങൾ അവസാനിക്കുമ്പോഴും വഴിയാത്രയിൽ അല്ലെങ്കിൽ മറ്റ് ഷൂട്ടിംഗ് സ്ഥലങ്ങളിൽ കാണുന്ന സുഹൃത്തുക്കളിൽ പലരും അല്ലെങ്കിൽ പ്രേക്ഷകരിൽ പലരും ഈ പരിപാടിയെക്കുറിച്ച് പറയുന്നുണ്ട്. പലപ്പോഴും വ്യക്തി എന്ന നിലയിലോ കലാകാരൻ എന്ന നിലയിലൊക്കെ ഉള്ള നമ്മളുടെ ജീവിതങ്ങളെ സ്വാധീനിച്ച് നമ്മളെ രസിപ്പിച്ചിട്ടുള്ള ആളുകളുടെ ഓർമ്മകളോടൊപ്പം സിനിമയുടെയും ഒരു കാലഘട്ടത്തിൻ്റെയും ഒരുപക്ഷെ നമ്മൾ അന്ന് ഈ സിനിമ മാഗസിനുകളിലൊക്കെ വായിക്കുന്ന ലൊക്കേഷൻ റിപ്പോർട്ടുകൾക്ക് അപ്പുറമുള്ള ചില അനുഭവങ്ങൾ, ആത്മബന്ധങ്ങൾ, നമ്മളിപ്പോൾ അതിനെ കഥകൾ എന്ന പേരിട്ടാണ് പറയുന്നതെങ്കിലും നമ്മൾ കേൾക്കാനും കേട്ട ശേഷം ഓർത്തിരിക്കാനും എല്ലാം ഇഷ്ടപ്പെടുന്ന കുറേ അണിയറ കാര്യങ്ങളാണ് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും അറിയുന്നത്. മുരളി എന്ന അതുല്യ നടന്റെ ജീവിതത്തിന്റെ നാനാവശങ്ങളിലൂടെയുമുള്ള ഒരു യാത്ര താൽക്കാലികമായിട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ആൽബം സൈനിങ്. അരികിൽ അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമ്മൾ മലയാളികളെല്ലാം ഒരു മാത്ര വെറുതെ നനച്ചു പോകുന്ന അതുല്യ പ്രതിഭ. മുരളി എന്ന പ്രതിഭാതനായ നടന്റെ ഓർമ്മകളുമായുള്ള ഓർമ്മയിൽ നിന്നും മുരളി എന്ന ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ലക്കത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ.